നഴ്സിംഗ് വിദ്യാർത്ഥിനി ആൻലിയ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. ആൻലിയുടെ മരണം ആത്മഹത്യയാണെന്ന വാദവും യുവതിയുടെ രക്ഷിതാക്കൾ നിഷേധിച്ചു. ആൻലിയുടെ മരണം ആത്മഹത്യയാണെന്ന് കരുതുന്നതായി ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടില്ല. അവർ തെളിവ് ശേഖരിക്കുന്നത് തുടരുന്നതിനാൽ ചോദ്യം ചെയ്യുന്നതിന് തന്നെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലെന്നുമാണ് ആൻലിയുടെ പിതാവിന്റെ വാദം. ആൻലിയുടെ മരണം കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമം. മകളുടെ മരണം ആത്മഹത്യ അല്ലെന്ന് പറയാൻ തനിക്ക് കൃത്യമായ കാരണങ്ങളുണ്ടെന്നും ആൻലിയുടെ പിതാവ് പറഞ്ഞു. ആൻലിയ മരിച്ച ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV പ്രവർത്തിച്ചിരുന്നുവെന്നായിരുന്നു ആദ്യ മൊഴി. എന്നാൽ പിന്നീട് ചിലർ അത് മാറ്റിപ്പറഞ്ഞുവെന്ന് പിതാവ് ആരോപിച്ചു. അതിനു മുമ്പത്തെ ദിവസവും തൊട്ടടുത്ത ദിവസവും ക്യാമറ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരു ദിവസം മാത്രം എങ്ങനെ ക്യാമറ പ്രവർത്തിക്കാതിരിക്കുമെന്ന സംശയവും പിതാവ് മുന്നോട്ട് വെച്ചു. പ്രതിസ്ഥാനത്തുള്ള മുല്ലശ്ശേരി അന്നകര ജസ്റ്റിന്റെ പിതാവ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരനാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ നശിപ്പിക്കുകയോ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തെളിവില്ലാതാക്കുകയോ ചെയ്തതാണെന്നും പിതാവ് സംശയിക്കുന്നു. ആൻലിയ മരിച്ചു എന്ന് പറയുന്ന ഓഗസ്റ്റ് 25-ാം തീയതി വൈകിട്ട് 4:28-നാണ് ആൻലിയുടെ ഫോണിൽ നിന്ന് അവസാന കോൾ പോയത്. എന്നാൽ തൃശൂരുള്ള ഒരു വൈദികനോട് സംസാരിക്കുമ്പോൾ 4:37-ന് ജസ്റ്റിന് ഒരു കോൾ വന്നു. അത് ആൻലിയുടേതാണെന്നാണ് അപ്പോൾ ജസ്റ്റിൻ പറഞ്ഞത്. അവൾ ചാടാൻ നിൽക്കുകയാണെന്നും പറയുന്നുവെന്ന് പറഞ്ഞെങ്കിലും താൻ ചോദിച്ചിട്ടും ജസ്റ്റിൻ ഫോൺ നൽകിയില്ലെന്നും പുരോഹിതൻ പറഞ്ഞതായി ഹൈജീനസ് പറയുന്നു. ആൻലിയ അപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും തെളിവുണ്ടാക്കാനും ജസ്റ്റിൻ കളിച്ച നാടകമാണതെന്നാണ് സംശയിക്കുന്നതെന്ന് പിതാവ് പറഞ്ഞു. ആ സമയം അച്ഛന്റെ അടുത്തു നിന്ന് പോയ ജസ്റ്റിൻ പോലീസിൽ ആൻലിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയത് രാത്രി 11 മണിക്കാണ്. അപ്പോൾ ഫോൺ വന്ന കാര്യമോ ചാടാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ കാര്യമോ ഒന്നും പോലീസിനോട് പറയാതിരുന്നത് എന്തിനായിരുന്നെന്നും പിതാവ് ചോദിക്കുന്നു. ആൻലിയ മരിച്ചു എന്ന് പറയുന്ന ദിവസം ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നതായോ ആരെങ്കിലും അപകടത്തിൽപ്പെടുന്നതായോ യാതൊരു അറിയിപ്പും റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചില്ലെന്നാണ് വിവരം. തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ പറയുമെന്ന് ഹൈജീനസ് പറഞ്ഞു. ഗുരുവായൂർ ACP അന്വേഷിച്ച കേസിൽ പ്രതിയെ പിടികൂടാതിരുന്നതോടെയാണ് ആൻലിയുടെ പിതാവ് മുഖ്യമന്ത്രിയെ സമീപിച്ച് അന്വേഷണം മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടത്. തുടർന്ന് മുഖ്യമന്ത്രി ഇടപെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഇതോടെ ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ കീഴടങ്ങിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. വരുന്ന 2-ാം തീയതി വരെയാണ് കോടതി ജസ്റ്റിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സഹോദരങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെണ്ണൂർ പ്ലാവിള വീട്ടിൽ അജിത് കുമാർ, അജുകുമാർ എന്നിവരാണ് മരിച്ചത്. ഇരുവരും അവിവാഹിതരാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സഹോദരങ്ങളായിരുന്നു ഇരുവരുമെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഇരുവരുടെയും മൃതദേഹം കിടപ്പുമുറിയിലാണ് കണ്ടെത്തിയത്. ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. തെലങ്കാനയിൽ അരങ്ങേറിയ ദുരഭിമാന കൊലയുടെ ഇരകൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊല്ലപ്പെട്ട പ്രണയുടെ ഭാര്യയ്ക്കും നവജാത ശിശുവിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യം. 2018 സെപ്റ്റംബർ 14-നാണ് പ്രണയെ കൊട്ടേഷൻ ഗുണ്ടകൾ വെട്ടിക്കൊന്നത്. ഗർഭിണിയായിരുന്ന അമൃതയെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങുമ്പോഴായിരുന്നു പ്രണയ് കൊല്ലപ്പെട്ടത്. പ്രണയ് അമൃതവർഷിണി ദമ്പതികളുടെ 1-ാം വിവാഹ വാർഷികത്തിലാണ് അമൃതവർഷിണി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. സുഖപ്രസവമാണെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും പ്രണയിന്റെ പിതാവ് ബാലസ്വാമി പറഞ്ഞു. എന്നാൽ അമൃതയുടെ വീട്ടുകാരിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് അമ്മയും കുഞ്ഞും എവിടെയാണെന്ന് ബാലസ്വാമി വെളിപ്പെടുത്തിയില്ല.
പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃതയുടെ മുന്നിലിട്ടായിരുന്നു പ്രണയിയെ കൊട്ടേഷൻ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത്. തലയിൽ ആഴത്തിലുള്ള വെട്ടേറ്റതിനാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രണയ് മരിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. അമൃതയുടെ പിതാവ് മാരുതി റാവുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രണയിനെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് പിടിയിലായ കൊട്ടേഷൻ സംഘം പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. കൊലപാതകം നടത്തുന്നതിനായി 1 കോടി രൂപ പ്രതിഫലമാണ് പ്രതികൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മാരുതി റാവു നൽകിയത്. കേസിൽ കൊലയാളി ഉൾപ്പെടെ 7 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ജനുവരിയിലാണ് പ്രണയും അമൃതവർഷിണിയും തമ്മിലുള്ള വിവാഹം നടന്നത്. പട്ടികജാതിക്കാരനായ യുവാവിനെ മകൾ വിവാഹം ചെയ്തതിനോട് അമൃതവർഷിണിയുടെ വീട്ടുകാരും ബന്ധുക്കളും എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. തൃശൂർ കാഞ്ഞാണി കാരമുക്കിൽ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് +1 വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവറെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ആന്ധ്രയിൽ നിന്നുള്ള ഡ്രൈവറെ 22 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 7 പുലർച്ചെ കാരമുക്കിൽ വച്ചായിരുന്നു അപകടം. ആന്ധ്രയിൽ നിന്നും അരിയുമായി വന്ന ലോറി പുലർച്ചെ കാരമുക്ക് തിരുനാളിന് ശേഷം റോഡരികിലെ ദീപാലങ്കാരം അഴിക്കാൻ വന്ന തൊഴിലാളികളോട് കൊടുങ്ങല്ലൂരിലേക്ക് വഴിചോദിച്ച് നിർത്തുകയായിരുന്നു. ലോറിയുടെ പുറകിലെ ലൈറ്റുകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. ഈ സമയം വളവിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ +1 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ലോറി ഡ്രൈവർ സംഭവം അറിഞ്ഞില്ലെന്ന മട്ടിൽ ലോറിയുമായി സ്ഥലം വിട്ടു. തുടർന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ നാട്ടുകാർ കാണുന്നത്. മണലൂർ പെരിങ്ങായിൽ വീട്ടിൽ സജീവന്റെ മകൻ ഹരിനാരായണൻ അപകടത്തിൽ മരിച്ചു. മണലൂർ പൊങ്ങണമൂല വീട്ടിൽ അർജുൻ കിഷോറിനെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലെത്തിച്ചതും നാട്ടുകാരായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അന്തിക്കാട് SI KS സൂരജിന്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന ലോറികളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തി. കാരമുക്ക് മുതൽ തൃപ്രയാർ വരെ പാതയോരത്തെയും വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ വണ്ടിയാണെന്നുള്ള വയറിംഗ് തൊഴിലാളികളുടെ മൊഴിയനുസരിച്ച് ആ വഴിക്കും അന്വേഷണം നടത്തി. തൃശൂരിലെ എല്ലാ അരിക്കച്ചവടശാലകളിലും പോലീസ് ലോറിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇതിന് അന്തിക്കാട് പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വ്യാപാരികളും പല വീടുകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പകർത്താനായിട്ടുള്ള അവരുടെ സമ്മതം കിട്ടിയതും മറ്റ് സഹായങ്ങൾ ലഭിച്ചതുകൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. കേരളത്തിൽ ലോഡിറക്കി മടങ്ങിപ്പോകുന്ന ലോറികളിലുള്ള പരിശോധന ശക്തമാക്കി. കളമശ്ശേരിക്ക് ലോഡുമായി പോയ ആന്ധ്ര ലോറിയുടെ ഡ്രൈവർ പോലീസിനെ ഭയന്ന് കൊടുങ്ങല്ലൂരിൽ ഓട്ടം മതിയാക്കി കാസർഗോഡ് വഴി ആന്ധ്രയ്ക്ക് തിരിച്ചുപോയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതിനിടെ തൃപ്രയാറിന് സമീപത്തുനിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിൽ നിന്നും ലോറി തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് ലോറി നമ്പരും വിവരങ്ങളുമെല്ലാം ഗോഡൌണുകളിൽ നൽകി പോലീസ് കാത്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അരിയുമായി കാട്ടൂർ പ്രദേശത്ത് എത്തിയപ്പോൾ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തി ലോറിയും ഡ്രൈവർ ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ സ്വദേശി ശ്രീനിവാസ റാവുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വണ്ടി വരുന്ന ഒരു ദിശയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയെല്ലാം നമ്മൾ സർവൈലൻസ് ഇട്ട കാരണം കൊണ്ട് ഈ വണ്ടി കാട്ടൂർ മാർക്കറ്റിൽ എത്തുകയും വണ്ടിയെ ഐഡന്റിഫൈ ചെയ്യുകയും പിടിച്ചു നിർത്തി അവിടെ നിന്ന് തടഞ്ഞു നിർത്തി ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ വണ്ടിയുടെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. CPOമാരായ ഫൈസൽ, വികാസ് മാധവൻ, തോമസ്, അജിത്, ഹോംഗാർഡ് ജനാർദ്ദനൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നതെന്നും SI പറഞ്ഞു.
കോൺഗ്രസ് നേതാവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വയനാട് പോലീസ് പുറത്തുവിട്ടു. നടന്നത് മനസ്സാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ക്രൂരമായ പീഡന പരമ്പരയ്ക്കൊടുവിൽ ആദിവാസി പെൺകുട്ടി പോലീസിൽ പരാതിയുമായി എത്താൻ കാരണമായത് മാതാവ് കാട്ടിയ മനോധൈര്യം കൊണ്ട് മാത്രമാണെന്ന് പോലീസ് പറഞ്ഞു. കേസിനെതിരെ നിൽക്കുന്നത് വമ്പനായിട്ടും ഭീഷണിയും പണവും നൽകി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇതിനകം ഇവർ മറികടന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. 1.5 വർഷം നീണ്ട സഹനത്തിനൊടുവിലാണ് പെൺകുട്ടിയും അമ്മയും ചൈൽഡ് ലൈനെ വിവരമറിയിച്ചതെന്നും പോലീസ് പറഞ്ഞു. ജോർജ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും പണം നൽകി വശീകരിക്കാൻ ശ്രമിച്ചതായും പോലീസിനോട് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞിരുന്നു. ജോർജിന്റെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ജോലിക്കായി എത്തിയതായിരുന്നു പെൺകുട്ടി. 15 വയസ്സ് മുതൽ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ പകുതിയായപ്പോഴായിരുന്നു ആദ്യമായി ബലാത്സംഗത്തിന് ഇരയായതെന്ന് പെൺകുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ഒടുവിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ബലാത്സംഗത്തെ ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് നഗ്നചിത്രങ്ങളടക്കം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയെ കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം കേട്ടപ്പോഴാണ് പീഡന വിവരം തങ്ങൾ പോലും അറിഞ്ഞതെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് മാതാപിതാക്കൾ വിവരം ചൈൽഡ് ലൈനോട് പറഞ്ഞത്. അവർ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി മൊഴി നൽകിയതോടെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കേസ് ബത്തേരി സിഐക്ക് കൈമാറുകയായിരുന്നു. ജോർജ് സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ മാതാപിതാക്കളുടെ കൈകളിൽ ഉണ്ടെന്നാണ് വിവരം. പോക്സോ പ്രകാരമാണ് ജോർജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസ് ഉണ്ടാകുമെന്നായതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ മറ്റു ചില INTUC ജില്ലാ നേതാക്കൾ വഴി പെൺകുട്ടിക്ക് പണം വാഗ്ദാനം ചെയ്തെന്നും മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. നഗ്നചിത്രങ്ങളടക്കം കാണിച്ച് പെൺകുട്ടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുവാനും ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സൂചന. SFIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗത്തെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. മാന്നാനം KE കോളേജിലെ സംഘർഷത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത SFI ജില്ലാ കമ്മിറ്റി അംഗം ഗിസുലിനാണ് പോലീസ് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത്. കഴിഞ്ഞ 3 ദിവസമായി മാന്നാനം KE കോളേജിൽ സംഘർഷം നടന്നുവരികയായിരുന്നു. പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ ക്യാമ്പസിലെത്തിയ പോലീസ് തൊട്ടടുത്ത കടയിൽ നിന്നും അകാരണമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്നാണ് SFI ജില്ലാ കമ്മിറ്റി അംഗമായ ഗിസുലിന്റെ പരാതി. പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ട് വണ്ടിക്കകത്തുകൊണ്ട് കയറ്റി റയിലും വഴി മൊത്തം കൊണ്ടുപോയി അവിടെ കോളേജിൻ്റെ പുറകെ കൂടെ റൗണ്ട് കറക്കി അവിടെ ഇട്ട് ശരിക്കും ഇടിച്ച് പോലെ എല്ലാവരും നീ എന്നടാ ബലം പിടിക്കണം, ഞാനിങ്ങനെ കയറാൻ കൂട്ടാക്കിയില്ല, നീ എന്നടാ ബലം പിടിക്കണം എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാടാ, നീ ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാനിവിടെ പഠിക്കുന്ന സാറേ. കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളും 3ാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇയർ ഔട്ട് ആയതിനെ തുടർന്ന് വീണ്ടും പ്രവേശനത്തിനായുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായാണ് കോളേജിലെത്തിയതെന്ന് ഗിസുൽ പറയുന്നു. സംഘർഷത്തിന് കാരണമായ വ്യക്തി എന്ന നിലയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് ഗാന്ധിനഗർ പോലീസ് പ്രതികരിച്ചു. ഗിസുൽ പലതവണ ക്യാമ്പസിൽ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ടെന്ന് കോളേജ് അധികൃതർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ മെഡിക്കൽ കോളേജിന് മുന്നിൽ മാർച്ച് നടത്തി. കോഴിക്കോട് പൂനൂരിൽ വൻ മദ്യവേട്ട. താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PP വേണുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 55 കുപ്പി മാഹി മദ്യവുമായി പൂനൂർ സ്വദേശി
സജീവനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം 51 കുപ്പി വിദേശ മദ്യവുമായി കൂരാച്ചുണ്ടി സ്വദേശി ജിങ്കോ ശരത്തിനെ താമരശ്ശേരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പൂനൂർ കൈതേരിപ്പോയിൽ സജീവൻ പിടിയിലായത്. സജീവൻ താമസിക്കുന്ന പൂനൂർ 19 വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 55 കുപ്പി മാഹി മദ്യം പിടിച്ചെടുത്തു. ഇയാൾക്കെതിരെ മദ്യവിൽപ്പനയ്ക്ക് ബാലുശ്ശേരി റേഞ്ചിൽ 2 കേസുകൾ നിലവിലുണ്ടെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. പൂനൂർ എസ്റ്റേറ്റ് മുഖമേഖലയിൽ ഇയാൾ വ്യാപകമായി മാഹി മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർ ചന്ദ്രൻ കുഴിച്ചാലിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ശ്രീരാജ്, ഷാജു CG, NP വിവേക്, അശ്വന്ത് VR, വനിതാ സിവിൽസ് എക്സൈസ് ഓഫീസർ ഷിംന TM, ഡ്രൈവർ PK കൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് മാഹി മദ്യം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പൂനൂരിൽ നിന്നും 51 കുപ്പി വിദേശ മദ്യവുമായി കൂരാച്ചുണ്ട് സ്വദേശി ജിങ്കോ ശരത്തിനെ താമരശ്ശേരി എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് നിന്നും വാങ്ങിയ മദ്യം നാനോ കാറിൽ കടത്തുന്നതിനിടെയാണ് എക്സൈസിന്റെ പിടിയിലായത്. കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ 2 പേരെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉണ്ണിക്കുളം സ്വദേശി സുബീഷ്, പൂനൂർ സ്വദേശി റാസിക് എന്നിവരാണ് പിടിയിലായത്. 1 കിലോ 100 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. കൊടുവള്ളി വാവാട് ഭാഗത്ത് കഞ്ചാവ് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതായി താമരശ്ശേരി ഡിവൈഎസ്പി ബിജുരാജിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ നീക്കത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഉണ്ണികുളം MM പറമ്പ് മൊഗായിൽ MK സുബീഷ്, പൂനൂർ സ്വദേശി റാസിക് എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. കൊടുവള്ളി ഭാഗത്ത് വിൽപ്പന നടത്താനായി എത്തിച്ച 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് കൊടുവള്ളി ഇൻസ്പെക്ടർ P ചന്ദ്രമോഹൻ പറഞ്ഞു. 2 പ്രതികളും 1 കിലോ 100 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് ഇവിടെ കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂളും കോളേജുകളിലും കേന്ദ്രീകരിച്ച് വിതരണത്തിനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഈ സമയമാണ് SIക്ക് വിവരം കിട്ടുന്നത്. SI സ്ഥലത്ത് പോയി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഈ കഞ്ചാവ് ശീർഷമാസ പ്രകാരം ബന്ദോബസ്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI രാജീവ് ബാബു, സീനിയർ CPO ഷിബിൽ ജോസഫ്, CPO ഷഫീഖ് നീലിയാനിക്കൽ, കൊടുവള്ളി സ്റ്റേഷനിലെ ASI വിനോദ്, CPOമാരായ അബ്ദുൾ റഹീം, അബ്ദുൾ റഷീദ്, ഷിനോജ്, അബ്ദുൾ കരീം, സജിഷ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സാക്ഷിയിലൊരു ഇടവേള. സാക്ഷി തുടരുന്നു. വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ മറിച്ചുവിറ്റ് പണം തട്ടുന്ന 2 പേരെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം റൂറൽ ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ കുടുക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊട്ടാരക്കര സിറാജുദ്ദീൻ, അഞ്ചൽ നബീൽ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിറ്റുവെന്നാണ് പ്രതികൾക്കെതിരെയുള്ള കേസ്. ഇതുവരെ 25 ലക്ഷത്തോളം രൂപ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ജംഗ്ഷനിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ സൂക്ഷിച്ചിരുന്ന കാറുകൾ അക്രമികൾ അടിച്ചു തകർത്തു. കുലശേഖരപുരം പുന്നക്കുളം നജാദിന്റെ റീസെയിൽ ഷോപ്പിലിട്ടിരുന്ന കാറുകളാണ് തകർക്കപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്ന് നാജിൽ പോലീസിന് മൊഴി നൽകി. രാവിലെ കട തുറന്നപ്പോഴാണ് ആക്രമണ വിവരം ജീവനക്കാരും ഉടമസ്ഥരും അറിഞ്ഞതെന്നാണ് നിഗമനം. 9 കാറുകളാണ് തകർക്കപ്പെട്ടത്. കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നെയ്യാറ്റിൻകര കോടതിയിൽ സമയത്തിന് പ്രതികളെ എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കോടതി പരസ്യമായി ശാസിച്ചു. ബെൽറ്റും തൊപ്പിയും ഊരിമാറ്റാൻ ആവശ്യപ്പെട്ട കോടതി പോലീസുകാരെ കോടതി മുറിയിലെ കൂട്ടിൽ കയറ്റി നിർത്തുകയും ചെയ്തു. നെയ്യാറ്റിൻകര 2ാം കോടതിയാണ് നാടകീയ സംഭവങ്ങൾക്ക് വേദിയായത്.
ഈ റിപ്പോർട്ടോടുകൂടി സാക്ഷി പൂർണ്ണമാകുന്നു. നമസ്കാരം. നെയ്യാറ്റിൻകര കോടതിയാണ് പോലീസിന് ശക്തമായ താക്കീത് നൽകിയത്. സംഭവത്തെക്കുറിച്ച് കോടതിയിലുണ്ടായിരുന്നവർ പറയുന്നത് ഇങ്ങനെ വായിച്ചെടുക്കാം. പൂജപ്പുരയിൽ നിന്നും നെയ്യാറ്റിൻകര 3-ാം കോടതിയിൽ 4 പ്രതികളെ എത്തിക്കുകയായിരുന്നു. 3-ാം കോടതി അവധിയായതിനാൽ ഇവരെ ഹാജരാക്കേണ്ടത് 2-ാം കോടതിയിലായിരുന്നു. യഥാക്രമം ഇവരെ വിളിച്ച സമയം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ പോലീസുകാർ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് കോടതി ഇടപെട്ടത്. പുളിങ്കുടി AR ക്യാമ്പിലെ പോലീസുകാരായ ജിജി സാം, നൂറുൽ അമീൻ, വിഷ്ണു എന്നിവരാണ് കോടതിയുടെ ശാസനയ്ക്ക് വിധേയരായത്. ബെൽറ്റും തൊപ്പിയും ഊരി കൂട്ടിൽ നിർത്തിയ പോലീസുകാരെ തങ്ങളുടെ കൃത്യനിർവഹണത്തിൽ ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് രൂക്ഷ വിമർശനം നടത്തിയാണ് കോടതി പറഞ്ഞുവിട്ടത്.